കണ്ണൂരിലെ ഇറക്കുമതി യൂത്തന്മാരുടെ പട്ടി ഷോയ്ക്ക് SFI പിള്ളേരുടെ മറുപടി വന്നിട്ടുണ്ട്. അതിൽ ഒരു വിദ്യാർത്ഥി പോലും മറ്റ് ഒരു ജില്ലയിലുള്ളവരില്ല. എല്ലാം കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് പഠിക്കുന്ന SFI വിദ്യാർത്ഥികൾ. ധീരജ് എന്ന അവരുടെ രക്തസാക്ഷിയെ കൊന്നു തള്ളിയ യൂത്ത് കോൺഗ്രസ്സുകാർ അതിനെക്കുറിച്ച് രക്തസാക്ഷിയെ അപമാനിച്ചുകൊണ്ട് കത്തിമുദ്രാവാക്യം വിളിച്ചതിന് മറുപടി കണ്ണൂർ നഗരത്തിൽ തന്നെ. പാലക്കാട് നിന്നൊക്കെ യൂത്ത് വ്യാജന്മാരെയും മറ്റു പല ജില്ലകളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആളെ കൂട്ടിക്കൊണ്ടുവന്ന സമര നാടകം, അതും ഗാന്ധിജിയുടെ പേരിൽ. എന്നിട്ട് മുദ്രാവാക്യമെല്ലാം നമ്മൾ കേട്ടതാണ്. സ്വാഭാവികമായിട്ടും രക്തസാക്ഷികളെ അപമാനിച്ചാൽ അതിൽ പ്രതികരണമുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFI പിള്ളേരുടെ അതിവൈകാരികമായിട്ടുള്ള ഈ പ്രതിഷേധം. അതിൽ യൂത്തന്മാർക്ക് മുദ്രാവാക്യത്തിലൂടെ ചില മറുപടികളും കൊടുക്കുന്നുണ്ട്. നേരെ കണ്ണൂർ ജില്ലയിൽ 4, 3, 7 യൂത്തന്മാരെ എടുക്കാനില്ല. എല്ലാം മൂത്തന്മാരായെങ്കിലും ഇപ്പോഴും യൂത്തന്മാരെന്ന് പറഞ്ഞ് നടക്കുകയാണ്. 50 വയസ്സായെങ്കിലും. സുധാകരനെ വരെ യൂത്ത് കോൺഗ്രസ്സിലെ മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആളെ കൂട്ടി പല ജില്ലകളിൽ നിന്ന് നുള്ളിപ്പറക്കി കൊണ്ടുവന്നതിന് ശേഷം അവരെ വച്ച് ഇല്ലാത്ത പ്രകോപനം സൃഷ്ടിച്ചതിനും മറുപടി കൊടുക്കാൻ SFIയുടെ പിള്ളേർ തന്നെ ധാരാളമാണ്. അവരങ്ങോട്ടേക്ക് നേരെ ഇറങ്ങി നിന്നാൽ പിന്നെ ഈ യൂത്തന്മാരുണ്ടോ? KSU എന്ന് ജില്ലയിൽ ബോർഡിൽ എഴുതാൻ മാത്രം ശേഷിയുള്ളൊരു സംഘടന, അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല. യൂത്ത് കോൺഗ്രസും അതുപോലെ നാമാവിശേഷമായി. പക്ഷേ ഉണ്ടെന്ന് കാണിക്കാൻ വാടകയ്ക്കെടുത്തതും ഗസ്റ്റ് ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവന്ന് ഷോ ഓഫ് കാണിച്ചിട്ടങ്ങ് പോയാൽ മിണ്ടാതിരിക്കുമെന്നാണ് കരുതിയത്. അവർ ആ നാട്ടിലുള്ളവർ ഒരുമിച്ച് കൂടി രക്തസാക്ഷിയെ അപമാനിച്ചതിൻ്റെ പേരിലുള്ള പ്രതികരണം കൊടുത്തതാണ്. സാമ്പിൾ വെടിക്കെട്ട്. ഇതുപോലെ ഒരു സമരം നടത്താനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ 14 ജില്ലകളിൽ നാളെ കൂട്ടിയാലും ഇത്രയും ആൾക്കാരെ കിട്ടാൻ പോകുന്നില്ല. അതാണ് ഇന്ന് KSUവിൻ്റെ അവസ്ഥ. എന്തായാലും പ്രതിഷേധത്തിൽ യൂത്തന്മാരൊന്ന് വരണ്ടിട്ടുണ്ട്. ക്യാമറകൾക്ക് മുന്നിലെ സമരങ്ങൾ മാത്രമാണല്ലോ അവർക്ക് പരിചിതമായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം സമരങ്ങൾ അത് ക്യാമറകളെ വിളിച്ചു വരുത്തിയതല്ല, അറിഞ്ഞു വന്നെടുക്കുന്നതാണ്. മറ്റത് ക്യാമറ സ്പോൺസേഡ് സമരമാണല്ലോ. ക്യാമറകൾ അങ്ങ് മാറിക്കഴിഞ്ഞാൽ സമരം അവിടെ അവസാനിക്കുമല്ലോ. അതുപോലെ അല്ലല്ലോ ഇത്. എന്തായാലും നഗരത്തെ കിടുക്കിക്കൊണ്ടാണ് ആ സമരം കടന്നുപോയതും. ഇത് യൂത്തന്മാർക്കുള്ള ഒരു താക്കീതാണ്. രക്തസാക്ഷികളെ അപമാനിച്ചാൽ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന സംഘടനയുടെ ആഹ്വാനം.